ഞാനിന്നേ ഒരു 4 കുഞ്ഞൻ കത്തിരിക്ക ഒന്ന് എടുത്തിട്ടുണ്ട്. വീട്ടിലെ കത്തിരിക്കയാണ് കേട്ടോ, നല്ല കുഞ്ഞൻ കത്തിരിക്കയാണ് കേട്ടോ, മുറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് വെച്ചിട്ടൊരു സൂപ്പർ കറി ഉണ്ടാക്കാവേ. അപ്പോൾ ഇതൊന്ന് ഞാനൊന്ന് റെഡിയാക്കി കൊണ്ടുവരട്ടെ. അങ്ങനെ നമ്മുടെ കുഞ്ഞൻ കത്തിരിക്കകളെല്ലാം ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തോരത്തിന് അരിയുന്നത് പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതവിടെ ഇരുന്നോട്ടെ. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ സൈസ് സവാള ഒന്ന് ചെറുതായിട്ട് കുനുകുനാന്നൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 3 പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും അവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ചീനിച്ചട്ടി ഒന്ന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ എണ്ണ ചൂടായി വരുന്ന സമയം 2 വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ആ വറ്റൽമുളകൊക്കെ ഒന്ന് നല്ലവണ്ണം മൂത്ത് വരട്ടെ. ആ സമയം കുറച്ച് വലിയ ജീരകം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകം, കടുകല്ല, പെരിഞ്ജീരകമാണ് ഇട്ടിട്ടുള്ളത്. ആ പെരിഞ്ജീരകമെല്ലാം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരല്പം ഇഞ്ചി കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്. ആ ഇഞ്ചിയും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയം നമ്മൾ അരിഞ്ഞു വച്ചിരുന്ന സവാളയും ആ പച്ചമുളകും കൂടെ ഇതിലോട്ടൊന്ന് തട്ടിക്കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് നല്ലവണ്ണം വഴണ്ടി വന്നതിന് ശേഷം നമ്മുടെ കത്തിരിക്ക അരിഞ്ഞു വെച്ചിരുന്നത് ഇട്ടാൽ മതി. അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. അതും ഒന്ന് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിട്ടോ കഴിക്കാനായിട്ട്. ഈ കത്തിരിക്ക വെച്ചിട്ട് ഇങ്ങനെ ഒരു തോരൻ ഉണ്ടാക്കി കഴിച്ചാൽ എന്താ ടേസ്റ്റ് എന്നറിയാമോ? ഇറച്ചിക്കറി പോലെ ഇരിക്കും. അപ്പോൾ ഇതൊന്ന് അടച്ചിടാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ സവാള എല്ലാം നല്ലവണ്ണം വഴണ്ടി വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, നിറമൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന കത്തിരിക്ക ഇതിലോട്ടൊന്ന് തട്ടിക്കൊടുക്കാം. ഇതങ്ങനെ എല്ലാവരും വെക്കുന്നതല്ല കേട്ടോ കത്തിരിക്ക തോരൻ. ആൾക്കാർ വിചാരിക്കും വെന്ത് കൊഴിഞ്ഞു പോവും. ഒന്നുമില്ല, നല്ല തോരനായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഭയങ്കര ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട് ചോറിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. കത്തിരിക്ക ഒരുപാട് സമയമൊന്നും ഇടേണ്ട ആവശ്യമില്ല, എങ്കിലും വെന്ത് കൊഴിഞ്ഞു പോവും. ഇതൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ആ സമയം നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ചെറിയ ഒരു മഞ്ഞ നിറവൊക്കെ നമ്മുടെ ഇതിന് വന്നിട്ടുണ്ട്. ഇതൊന്ന് അടച്ചിടാം. ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചിടാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ, ഒരു മുറി തേങ്ങ ഒന്ന് ചിരകിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്യാസിൽ വെച്ചിരുന്ന നമ്മുടെ കത്തിരിക്ക എല്ലാം നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇത്രയും മതി, ഇത്രയും വേവിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി നമ്മൾ എടുത്തു വച്ചിരുന്ന ആ തേങ്ങ ഇതിലോട്ടൊന്ന് തട്ടിക്കൊടുക്കാം. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് അരയ്ക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് ചതച്ച മുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളകാണ് ചതച്ച് വെച്ചിട്ടുള്ളത്, അതുകൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് എരിവും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഒരിക്കലെങ്കിലും കത്തിരിക്ക കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും കത്തിരിക്ക ഒരുപാടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് എന്നുള്ള, കത്തിരിക്ക വെച്ചിട്ട് ഒരുപാട് വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. ഇതൊന്ന് അടച്ചിടാം. അടച്ചിട്ടിട്ടൊന്ന് തുറന്ന് നോക്കാം. ഇതാ കണ്ടോ, നമ്മുടെ അടിപൊളി തോരൻ റെഡി ആയിട്ടുണ്ട്. ഇരുമ്പ് ചീനച്ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിനെ ചീനച്ചട്ടിയിൽ നിന്ന് മാറ്റണം, ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതാ കണ്ടോ, ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. എന്ത് ടേസ്റ്റ് എന്നറിയാമോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനെ കത്തിരിക്ക കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒരു തോരൻ ഉണ്ടാക്കി നോക്കണം. അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.